നിലപാടുകളുടെ ദൃഢതയും നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷാനിർഭരമായ ബോധ്യങ്ങളും രാഷ്ട്രീയ പ്രവചനങ്ങളിലെ കൃത്യതയും കൈമുതലാക്കിയ വി.ഡി. സതീശന് ഇത് ചരിത്ര നിയോഗം. കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതിപ്പോയ മന്ത്രിപദത്തിലേക്ക് പോലും എത്താതെയാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അധികാര കസേരയിലേക്ക് ഈ നേതാവെത്തുന്നത്. കേരള ജനത ഒരു രാഷ്ട്രീയ നേതാവിന് നൽകിയ പ്രതീക്ഷയുടെ താക്കോൽ കൂടിയാണ് സതീശന്റെ കൈകളിലിരിക്കുന്നത്. വി.ഡി. സതീശൻ ക്യാപ്റ്റൻ പദവിയിലിരിക്കുമ്പോഴും കെ.സി. വേണുഗോപാൽ ടീമാണ് മന്ത്രിസഭയിൽ മുൻപന്തിയിൽ. 63 അംഗ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ 47 പേരുടെ പിന്തുണ നേടിയ കെ.സി. വേണുഗോപാലിന്റെ പക്ഷത്തു നിന്നുമാണ് മന്ത്രിമാരിൽ ഏറെയും. കോൺഗ്രസിന്റെ 11 മന്ത്രിമാരിൽ 8 പേരും കെ.സി. അനുയായികൾ. കെ. മുരളീധരനും റോജി എം. ജോണും മാത്രമാണ് വി.ഡി. സതീശനോട് ആഭിമുഖ്യമുള്ളവർ. മന്ത്രിമാരെ നിശ്ചയിക്കാൻ സീനിയോറിറ്റി ആയിരുന്നു പ്രധാന മാനദണ്ഡം. 7ാം വിഭാഗത്തിൽ നിന്നുള്ള 9 പേരും പുതുമുഖങ്ങളായിരിക്കെ ഇവരിൽ നിന്ന് എം. ലിജു, ബിന്ദു കൃഷ്ണ, ഒ.ജെ. ജനീഷ് എന്നിവർ മന്ത്രിസഭയിലെത്തി. ചെന്നിത്തല തന്നോടൊപ്പം നിൽക്കുന്ന ഒരാൾ കൂടി മന്ത്രിസ്ഥാനത്തിനായി ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. കെ. എ. തുളസിയെ പകുതി കാലാവധിയാകുമ്പോൾ മാറ്റി I.C. ബാലകൃഷ്ണൻ അവസരം നൽകുമെന്ന ഏകദേശ ധാരണയുണ്ട്. കെ. എ. തുളസിയും ഒ.ജെ. ജനീഷുമാണ് അപ്രതീക്ഷിതമായി മന്ത്രിപ്പട്ടികയിലേക്ക് കടന്നു വന്നത്. പട്ടിക വിഭാഗത്തിനും വനിതയ്ക്കും 2 വീതം മന്ത്രിമാർ വേണമെന്ന് AICC നിർദ്ദേശിച്ചിരുന്നു. AP അനിൽകുമാറിന് പുറമെ 2ാം മന്ത്രിയായി I.C. ബാലകൃഷ്ണന്റെ പേര് രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ടി സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, അൻവർ സാദത്ത് എന്നിവരുടെ പേരും ചർച്ചയായി. വി.ഡി. സതീശൻ ഷാനിമോൾക്കായി നിലകൊണ്ടു. രമേശ് ചെന്നിത്തല അൻവർ സാദത്തിനായി. 3 മണ്ഡലം മാത്രമുള്ള വയനാട് ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരെ നിയോഗിക്കാൻ പ്രയാസം നേരിടുന്നത് ചർച്ച അനിശ്ചിതത്വത്തിലാക്കി. സിദ്ദീഖും ബാലകൃഷ്ണനും വയനാട്ടിൽ നിന്നാണ്. പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠന്റെ ഭാര്യയായ കെ. എ. തുളസിയെ മന്ത്രിയാക്കാനായി കെ.സി. വേണുഗോപാൽ പിടിമുറുക്കി. സതീശന് വഴങ്ങേണ്ടി വന്നു. യുവജന പ്രാതിനിധ്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ് മന്ത്രിയാകുന്നത്. ജനീഷ് വന്നതോടെ എണ്ണം തികഞ്ഞതിനാൽ വി.ടി. ബാലറാമിനായുള്ള പിടി സതീശന് വിടേണ്ടി വന്നു. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം പങ്കിടേണ്ടി വന്നപ്പോൾ ഉണ്ടായ ഒരൊഴിവിൽ സതീശന് റോജി എം. ജോണിനെ കൊണ്ടുവരാനായി. കത്തോലിക്ക വിഭാഗത്തു നിന്നുള്ള കാപ്പന് 2ാം തവണയിലെ മന്ത്രിയാകാൻ കഴിയൂ. ആ സാധ്യതയാണ് റോജിക്കായി സതീശൻ ഉപയോഗപ്പെടുത്തിയത്. ചാണ്ടി ഉമ്മന്റെ പേര് ആദ്യം മുതൽ പ്രചരിച്ചിരുന്നെങ്കിലും ഒടുവിലില്ല. ലത്തീൻ സഭയുടെ പ്രാതിനിധ്യം RSPയുടെ ഷിബു ബേബി ജോണിൽ ഒതുങ്ങി. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സ്പീക്കർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറായും നിയമിച്ചു. കോഴിക്കോട് ജില്ല UDFന് വൻ വിജയം നൽകിയിട്ടും ആരെയും പരിഗണിക്കാൻ കോൺഗ്രസിനായില്ല. ലീഗിനും അതിന് കഴിയാതെ വന്നതോടെ 2.5 വർഷമാകുമ്പോൾ അബ്ദുൽ ഗഫൂറിനെ രാജിവെപ്പിച്ച് പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് അവസരം നൽകുമെന്ന തീരുമാനം ലീഗ് നേതൃത്വം കോൺഗ്രസിനെ അറിയിച്ചു. അതെ, മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് 11 നാൾ നീണ്ട അനിശ്ചിതത്വമായിരുന്നു. രൂക്ഷമായ തർക്കങ്ങളും മാരത്തൺ ചർച്ചകളും അനുനയ നീക്കങ്ങളുമായി 72 മണിക്കൂറിന്റെ മിന്നൽ വേഗതയിലാണ് 21 അംഗ മന്ത്രിസഭയിലേക്കുള്ള വഴി തെളിഞ്ഞത്. തുടക്കം ഗംഭീരമാണ്. ഇനിയാണ് പ്രവർത്തിച്ച് കാണിക്കേണ്ടത്.